നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫാബ്രിക്കിൽ ഈ ഒരു കളർ ഉണ്ടാക്കിയത്. വേറൊന്നുമല്ല, നമ്മുടെ മഞ്ഞപ്പൊടി തന്നെയാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു ടൈഡായി ചെയ്തതെന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫാബ്രിക്കിനെ പറ്റുന്ന രീതിയിൽ അത്രയും ചെറിയ രീതിയിൽ ഫോൾഡ് ആക്കിയിട്ട് ഇതുപോലെ നമുക്കൊരു ഡിഫറെൻറ്റ് ഫോൾഡ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ഫ്രണ്ടിലോട്ട്, പിന്നെ അതേ സെയിം ഫോൾഡ് ബാക്കിലോട്ട്, പിന്നെ ഫ്രണ്ടിലോട്ട്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സമോസേൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ ഫുൾ ഫാബ്രിക്കിനെ കൊണ്ടുവരികയാണ്. അതെല്ലാം ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി ഇത് നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. നമ്മൾ ഡാമ്പായിട്ട് വെച്ച ഫാബ്രിക്കിനെ ഇതിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഡൈഫിക്സ് സൊല്യൂഷനിൽ ഇതാണ് നമ്മുടെ താരം, മഞ്ഞപ്പൊടിയല്ല, ശരിക്കും ഇതാണ് താരം. കാരണം ഇതിൽ മുക്കി വച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ കളറ് ബ്ലീഡ് ആവാതിരിക്കാനും പിന്നെ സോപ്പിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും പിന്നെ റെഡ് കളറിലോട്ട് മാറാതിരിക്കാനും ഈ ഡൈഫിക്സ് സൊല്യൂഷൻ യൂസ് ചെയ്യും. ഇനി ഈ എക്സ്ട്രാ പൊടി വന്നിട്ടുണ്ടാവുമല്ലോ, അത് നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടീൻ്റെ പൊടിയൊക്കെ പോവും. നമ്മുടെ ഫാബ്രിക് ആയിട്ടുണ്ട്.